ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ 2024-ലും 2025-ലൊക്കെ ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള ഓരോ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ വിവരങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് PSCയുടെ ട്രെൻഡ് ഏത് രീതിയിലാണ് മാറിയിട്ടുള്ളത്, PSC ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നത്, ഇനി ഈ ഭാഗങ്ങളിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇനി നിങ്ങൾക്ക് വരാൻ സാധ്യത, അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് പഠിച്ച് പെർഫെക്റ്റ് ആക്കി നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകും. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞു തന്ന് ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരികയല്ല. നിങ്ങൾ ഓരോ ചെറിയ പോയിന്റ്സും ഇവിടെ നിന്ന് പഠിച്ചിട്ട് തന്നെ പോകും. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ ക്ലാസ് മുഴുവനായി ഇരുന്ന് കാണുക. അതായത് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പറയുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറയും, കൂടെ നിങ്ങളും കൂടെ പറയാൻ പറയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഇവിടെ നിന്ന് തന്നെ പറഞ്ഞ് പഠിച്ച് പെർഫെക്റ്റ് ആക്കിയിട്ട് പോവുക. ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനിയും ചോദ്യം വരാൻ അത്രയും സാധ്യത കൂടുതലാണ്. ഇതിൽ കറണ്ട് അഫയേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അതായത് ഇനിയുള്ള ഈ 24-ലും 25-ലൊക്കെ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ഇനിയും നിങ്ങൾക്ക് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ മാറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ചോദ്യം വരും. അപ്പോൾ ഓരോ കാര്യങ്ങളും, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ പഠിച്ചു പോകും. എന്തായാലും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. ഇനി എൻ്റെ ക്ലാസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്തായാലും ഈ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. ആ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കുക. ഇനി ഈ ക്ലാസ് നിങ്ങൾക്ക് അത്രയും ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതിന് മുമ്പ് എടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങളൊന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓരോ ക്ലാസ്സുകളും, അതായത് ഓരോ പ്ലേലിസ്റ്റുകളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് പ്ലേലിസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സുകളും കണ്ട് മനസ്സിലാക്കി പഠിച്ചു തന്നെ പോവുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. അങ്ങനെ നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ചാനൽ എത്തിക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ PSC പഠിക്കുന്നവരാണ്, നിങ്ങളുടെ കോൺടാക്റ്റിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു PSC ഫ്രണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരാൾക്കെങ്കിലും എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് കാണാത്ത ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ ചാനൽ പലരിലേക്കും എത്തുന്നില്ല. അതായത് പലരും കമന്റ് ഇടുമ്പോഴാണ് കാണുന്നത്, ഇത്ര കാലം ഇത് കാണാതെ പോയി, സാറിൻ്റെ ചാനൽ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അങ്ങനെയൊക്കെ പല കമന്റും കാണുമ്പോൾ നിങ്ങൾ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്താലേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും അങ്ങനെ പറന്ന് കയറി പോകുന്നില്ല. അങ്ങനെ നിങ്ങളും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒപ്പം ഉയരത്തിലെത്താൻ പറ്റും. എല്ലാവർക്കും ജോലിയൊക്കെ നേടാൻ സാധിക്കട്ടെ. അതിന് എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ഹെൽപ്പും ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്തു തരും. അത് നമ്മൾ ഓരോന്ന് പവർ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞൊരു സീരീസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ SCRT-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നും പ്ലേലിസ്റ്റ് ഒക്കെ പോയി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് അവിടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകരിക്കുന്ന, അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് കാര്യമാണ് അവിടെ ഉള്ളത് അതെടുത്തിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം ഉടൻ നേരം നിങ്ങൾ എന്തായാലും പഠിച്ചു പോകും. അതായത് ക്ലാസ്സിൽ നിങ്ങൾ അത് ഏത് ക്ലാസ് ആയാലും നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾ ഏതുമായി ഇപ്പോൾ SCRT-യുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പവർ ക്യാപ്സ്യൂൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് പഠിക്കുന്നത്. അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിച്ചോളും. ആ ഒരു ഉറപ്പ് തീർച്ചയായിട്ടും എനിക്കുണ്ട്. നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. അപ്പോൾ ക്ലാസ് കണ്ടു നോക്കുക, ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവുക. പിന്നെ പഠിക്കാൻ നിങ്ങൾക്ക് വേറെ സമയം മാറ്റി വെക്കേണ്ടിയൊന്നും വരില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക. മറക്കരുത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും എന്നെ അറിയിക്കണം. പിന്നെ നിങ്ങളുടെ ഓരോ ഫ്രണ്ട്സിനും, അതായത് നിങ്ങളുടെ PSC പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക. നിങ്ങൾ കൂടെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അധികമൊന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം. ഇതിൽ PSCയുടെ ആൻസർ വന്നിട്ടുള്ളത് ഏതാണ്? 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം. റിലേറ്റഡ് ഫാക്ട്സ് മാത്രമല്ല, ഇവിടെ പഠിക്കുന്ന ഓരോ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോകണം. ഈ ചോദ്യത്തിനൊക്കെ അത്രയും റിപ്പീറ്റിംഗ് ചാൻസ് കൂടുതലാണ്. ഒരു വട്ടം ചോദിച്ചതുകൊണ്ട് ഇനിയും റിപ്പീറ്റ് ചെയ്ത് വരും. ഇവിടെ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ ഡി, ലാഹോർ ആണ്. ഏതാണ്? ഓപ്ഷൻ ഡി, ലാഹോർ ആണ് ഇവിടെ ആൻസർ വന്നിട്ടുള്ളത്. 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഏതാണ്? ലാഹോർ ആണ് കേട്ടോ. 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് ഏതാണ്? പഠിച്ചോ. ഏതാണ്? ലാഹോർ ആണ്. ലാഹോർ ആണ്. ഈ ലാഹോർ കേൾക്കുമ്പോൾ എന്നാ ഓർമ്മ വരുന്നത്? ലാഹോർ സമ്മേളനം അല്ലേ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. അതായത് INC-യുടെ ലാഹോർ സമ്മേളനം അധ്യക്ഷനായിരുന്നു ചോദ്യം വരാറുണ്ട്. ലാഹോർ സമ്മേളനം നടന്ന വർഷം എപ്പോഴാണ് ലാഹോർ സമ്മേളനം നടന്നത്? 1929 ലാഹോർ സമ്മേളനം നടന്നത് അല്ലേ. ലാഹോർ സമ്മേളനം 1929 പഠിച്ചു വെച്ചു. അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. നടന്ന വർഷം 1929 അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ എയിൽ ആരുണ്ടാവുക എന്നറിയോ? 1927 അവിടെ കിടക്കുന്നുണ്ടാവും. അത് മദ്രാസ് സമ്മേളനമാണ് കേട്ടോ. മദ്രാസ് സമ്മേളനമാണ് ഏത്? 1927 നടന്നത്. 1927 ഏതാണ്? മദ്രാസ് സമ്മേളനം. 1927
സമ്മേളനമാണ്. 1929 ലാഹോർ സമ്മേളനം. ഈ ലാഹോർ സമ്മേളനത്തിലെ അധ്യക്ഷനാരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. അപ്പൊ ഈ ലാഹോർ സമ്മേളനം പഠിച്ചു വെച്ചോ. PSC ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ് ലാഹോർ സമ്മേളനം. അപ്പൊ ലാഹോർ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, അപ്പൊ 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം PSC ആൻസർ ഏതാണ് വന്നിട്ടുള്ളത്? ലാഹോർ ആണ് കേട്ടോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സ്ട്രാ എന്തൊക്കെ അറിഞ്ഞിരിക്കണം നമുക്ക് നോക്കാം. ലാഹോർ ആൻസർ വന്നു. നഗരങ്ങളിലെ വായു ഗുണനിലവാര സൂചികയുടെ മൂല്യം കണക്കാക്കുമ്പോൾ സാധാരണയായി പരിഗണിക്കുന്ന അന്തരീക്ഷ വാതകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ്. ഒന്നേതാണ്? കാർബൺ മോണോക്സൈഡ്. പിന്നെ നൈട്രജൻ ഡൈ ഓക്സൈഡ്. കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, പിന്നെ സൾഫർ ഡൈ ഓക്സൈഡ്. ഓക്കെ, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്. ഒരു വട്ടന്റെ കൂടെ പറ ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ്, പിന്നെ നൈട്രജൻ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്. കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്. കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്. ഈ 3 വാതകങ്ങളാണ് പരിഗണിക്കാറുള്ളത്. അപ്പൊ എന്താണ്? നഗരങ്ങളിലെ വായു ഗുണനിലവാര സൂചികയുടെ മൂല്യം അതായത് കണക്കാക്കുമ്പോൾ സാധാരണയായി പരിഗണിക്കുന്ന അന്തരീക്ഷ വാതകങ്ങൾ. ഈ അന്തരീക്ഷ വാതകങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? എപ്പോഴും ചോദ്യം വരുന്നതാണ് അല്ലെ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ. അതുകൂടെ നമുക്കൊന്ന് പഠിച്ചിട്ട് പോവാം. അതിനൊരു കോഡും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഈ കോഡ് വെച്ച് പഠിച്ചാൽ മതി. ഇതാ, ഈ കോഡ് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് സാധനം കിട്ടും. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഏതാന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ഹൈഡ്രജൻ. പ്രപഞ്ചം ഹൈഡ്രജൻ. ഈ എ എന്താണ്? അന്തരീക്ഷമാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ നൈട്രജൻ ആണ് കേട്ടോ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ. ഈ ബി എന്താണ്? ഭൂവൽക്കം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ ആണ്. അതുപോലെ തന്നെ ഈ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ഓക്സിജൻ ആണ്. അതും ഓക്സിജൻ ആണ്. ഈ 78% ഏതാണ്? നൈട്രജൻ ആണ്. ബാക്കി 21% ഏതാണ് കിടക്കുന്നത്? നമ്മുടെ ഓക്സിജൻ ആണ് കേട്ടോ അന്തരീക്ഷത്തിൽ. അപ്പോ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജൻ. പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ ഏതാണ്? ഹൈഡ്രജൻ. ആരാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്? ഹെൻറി കാവൻഡിഷ് ആണ് അല്ലെ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് അല്ലെ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജന്റെ അർത്ഥം എന്താണ്? ഹൈഡ്രജൻ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെ. ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. അന്തരീക്ഷത്തിൽ ഏതാണ്? നൈട്രജൻ. ഭൂവൽക്കത്തിൽ ഏതാണ്? ഓക്സിജൻ. കിട്ടിയല്ലോ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഏതാന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? നൈട്രജൻ. ഇനി ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഏതാന്ന് ചോദിച്ചാൽ ഓക്സിജൻ. പിന്നെ ഒന്നുകൂടെ പഠിച്ചു, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ ഏതാന്ന് ചോദിച്ചാൽ അതും ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നൈട്രജൻ ആണ്. ഏറ്റവും കൂടുതൽ രണ്ടാമതായിട്ടുള്ളത് ഏതാണ്? അത് ഓക്സിജൻ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊന്നുകൂടെ നോക്ക്. കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് അല്ലെ. ഏതൊക്കെയാണ് പരിഗണിക്കാറുള്ളത്? കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്. ഒരു വട്ടം കൂടെ, നഗരങ്ങളിലെ വായു ഗുണനിലവാര സൂചികയുടെ മൂല്യം അളക്കുമ്പോൾ സാധാരണയായി പരിഗണിക്കുന്ന അന്തരീക്ഷ വാതകങ്ങൾ ഏതൊക്കെയാണ്? ഇനി അത് നോക്കാതെ നിങ്ങളൊന്ന് പറ ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ്. പിന്നെ ഏതൊക്കെയാണ്? ഡൈ ഓക്സൈഡുകൾ 2 നൈട്രജൻ ഡൈ ഓക്സൈഡ്, പിന്നെ സൾഫർ ഡൈ ഓക്സൈഡ്. കിട്ടിയില്ലേ? ഒരു വട്ടം കൂടെ. കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്. ക്ലിയർ ആയില്ലേ? അത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഇതിൽ പരിഗണിക്കപ്പെടാത്തത് ഏതെന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വരും. ഈ 3 എന്തായാലും പഠിച്ചു വെച്ചോ. കാരണം 3 ഏതൊരു ചോദ്യം ഉണ്ടെങ്കിലും, അതായത് 3 വെച്ച് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട ചോദ്യം എങ്ങനെയാണ് വരിക? താഴെ തന്നിരിക്കുന്നതിൽ ഇതിൽ പെടാത്തത് ഏത്? കാരണം അവർക്ക് സിമ്പിൾ അല്ലേ, 4 ഓപ്ഷൻ കൊടുത്താൽ എക്സ്ട്രാ 1 കൊടുത്താൽ പോരെ. ഓക്കെ, അപ്പൊ ഈ 3 വരുന്നതൊക്കെ പഠിക്കണം അല്ലെ. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളി വനിതകൾ, അതൊക്കെ 3 നമുക്ക് പഠിക്കാനുള്ളതാണ്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. അപ്പൊ ഇതിൽ പെടാത്തതായിരുന്നു ചോദിക്കും. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളി വനിതകളിൽ പെടാത്തതായിരുന്ന ഒരു ചോദ്യം വരും. ആനി ബസന്റ് കിടക്കുന്നുണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അവിടെ ആനി ബസന്റ് ആണ് ആൻസർ ആയിട്ട് വരിക. അതായത് നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ ആനി ബസന്റിനെ കൊണ്ടുപോയിടും. ഓക്കെ, അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളി വനിതകൾ ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഒരു വട്ടം കൂടെ. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഓക്കെ, അപ്പൊ അത് കിട്ടി. പിന്നെ ക്യാബിനറ്റ് മിഷനിൽ ആരൊക്കെയാണ്? പെറ്റ്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ഗ്രിഫ്സ്. അതും 3 നമുക്ക് പഠിക്കാനുള്ളതാണ്.
ആരൊക്കെയാണ്? പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്. പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്. ഒരു വട്ടം കൂടെ, പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളാണ്. ഇനി മലയാളി വനിതകൾ ഏതിലെ? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളി വനിതകൾ ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. അപ്പൊ അതും ക്ലിയർ ആയി. എത്ര മലയാളികൾ ഉണ്ടായിരുന്നു? മലയാളികൾ 17 ഉണ്ടായിരുന്നു. മലയാളി വനിതകളാണ് 3 ഉള്ളത് അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ 17 വനിതകൾ ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ. സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലെങ്കിൽ വിഭജനത്തിന് ശേഷം എത്ര വനിതകളാണ് ഉണ്ടായിരുന്നത്? വിഭജനത്തിന് ശേഷം 15 വനിതകളാണ് കേട്ടോ. വിഭജനത്തിന് ശേഷം 15 വനിതകൾ. അതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ ഇതൊക്കെ. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ, ഈ പോയിന്റ് ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. ഇനി IQ-AIR റിപ്പോർട്ട് 2024 കൂടെ നമുക്കൊന്ന് നോക്കാം. വായു നിലവാരം ഉയർത്തുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന സ്വിസ് കമ്പനിയായ IQ-AIR 2025 മാർച്ചിൽ പുറത്തുവിട്ട 2024 വായു നിലവാരം സംബന്ധിച്ച റിപ്പോർട്ടിൽ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഏതാന്ന് ചോദിച്ചാൽ അത് ബർണിഹാട്ട് ആണ്. ഓക്കെ, മേഘാലയ അസം അതിർത്തിയിലെ വ്യവസായ പട്ടണമാണ് ബർണിഹാട്ട്. ഓക്കെ, തലസ്ഥാനം ഏതാണെന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഡൽഹിയാണ്. ഓക്കെ, പ്രൗഡ് മൊമെന്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മലിനമായ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ ഡൽഹിയാണ്. ഓക്കെ, അപ്പൊ അതും പഠിച്ചു വെക്കുക. അപ്പോൾ ബർണിഹാട്ടാണ് ഏറ്റവും കൂടുതൽ മലിനമായ നഗരമായിട്ട് IQ-AIR റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ബർണിഹാട്ടാണ് കേട്ടോ. 2024 ഏറ്റവും മലിനമായ നഗരമായിട്ട് ഏത് കൊടുത്തിട്ടുള്ളത്? IQ-AIR റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. IQ-AIR റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ഏതാണ്? ബർണിഹാട്ടാണ്. ഓക്കെ, അടുത്ത നോക്കാം. IQ-AIR റിപ്പോർട്ട് പ്രകാരം 2024 ലോകത്തിൽ വായു മലിനീകരണം ഏറ്റവും രൂക്ഷമായ തലസ്ഥാന നഗരം നമ്മുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ് കേട്ടോ. ന്യൂഡൽഹിയാണ്. ഓക്കെ, അപ്പൊ അതും പഠിച്ചു വെച്ചോ. ഈ തലസ്ഥാന നഗരം നമുക്ക് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ന്യൂഡൽഹിയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ മലിനമായ തലസ്ഥാന നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. എപ്പോഴാണ് ഈ ന്യൂഡൽഹി നമ്മുടെ തലസ്ഥാനമായത്? അതിനു മുമ്പ് വേറൊരു തലസ്ഥാനം ആയിരുന്നല്ലോ നമ്മുടെ. ഏതാണ്? കൊൽക്കത്ത ആയിരുന്നു നമ്മുടെ ആദ്യ തലസ്ഥാനം. പിന്നീട് 1911 നമ്മുടെ തലസ്ഥാനം ന്യൂഡൽഹിയിലേക്ക് മാറിയത്. അതുകൂടെ പഠിക്കുക. ഡൽഹിയിലേക്ക് മാറിയത് 1911. അതിനു മുമ്പ് ഏതായിരുന്നു നമ്മുടെ തലസ്ഥാനം? കൊൽക്കത്ത ആയിരുന്നു കേട്ടോ. പഠിച്ചു വെച്ചോ. ഏറ്റവും കൂടുതൽ മലിനവായുവുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 2024 ഇന്ത്യയുടെ സ്ഥാനം 5 ഓക്കെ, 2023 ഇന്ത്യ 3-ാം സ്ഥാനത്തായിരുന്നു. അതുകൂടെ ഒന്ന് പഠിച്ചു. അപ്പൊ 23 3-ാം സ്ഥാനം. ഓക്കെ, 23 3-ാം സ്ഥാനം, 23 3-ാം സ്ഥാനം, 24 5-ാം സ്ഥാനമാണ് കേട്ടോ. 24 5-ാം സ്ഥാനം. ഓക്കെ, അപ്പൊ ബാക്കി 4 ഏതൊക്കെ നോക്കാം. ഇത് 5 4 5 6 അല്ല, 1 2 3 4. ഓക്കെ, 1 2 3 4 ഇതിൽ റിപ്പബ്ലിക് ഓഫ് ചാഡ് അല്ലെ, ആഫ്രിക്ക. ആദ്യത്തെ രാജ്യം ഏതാണ്? റിപ്പബ്ലിക് ഓഫ് ചാഡ് ആണ് കേട്ടോ. റിപ്പബ്ലിക് ഓഫ് ചാഡ് ആണ്. ഏറ്റവും മലിനമായ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ റിപ്പബ്ലിക് ഓഫ് ചാഡ് ആണ്. നമുക്ക് ചോദ്യം വരാൻ ഏറ്റവും സാധ്യതയുള്ള ഏതാ? ഏറ്റവും മലിനമായ തലസ്ഥാനം. ഏറ്റവും മലിനമായ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ ഡൽഹിയാണ്. അതൊന്ന് പഠിച്ചു വെച്ചോ. ന്യൂഡൽഹിയാണ് ഏറ്റവും മലിനമായ തലസ്ഥാനം. പിന്നെ രണ്ടാമത് കോങ്കോ, മൂന്നാമത് ബംഗ്ലാദേശ്, 4-മത് പാകിസ്ഥാൻ. ഏഷ്യയിലുള്ള 2 ആഫ്രിക്കയിലുള്ള 2. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഏതാണ്? റിപ്പബ്ലിക് ഓഫ് ചാഡ് ആണ്. രണ്ടാമത് കോങ്കോ. ആദ്യത്തെ ഏതാണ്? റിപ്പബ്ലിക് ഓഫ് ചാഡ് ആണ്. രണ്ടാമത് ഏതാണ്? കോങ്കോ ആണ്. മൂന്നാമത് ഏതാണ്? ബംഗ്ലാദേശും. 4-മത് പാകിസ്ഥാനുമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ആദ്യത്തെ ഏതാണ്? റിപ്പബ്ലിക് ഓഫ് ചാഡ്. ചാഡ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. ആദ്യത്തെ ചാഡ് ആണ്. പിന്നെ രണ്ടാമത് കോങ്കോ. ആദ്യത്തെ ചാഡ്, രണ്ടാമത് കോങ്കോ. ആദ്യത്തെ ചാഡ്, രണ്ടാമത് കോങ്കോ. ഇത് രണ്ടും ആഫ്രിക്കയിലാണ്. ആദ്യത്തെ ചാഡ്, രണ്ടാമത് കോങ്കോ, മൂന്നാമതായിട്ട് ബംഗ്ലാദേശ് ആണ് കേട്ടോ. മൂന്നാമത് ബംഗ്ലാദേശ് ആണ്. 4-മതാണ് പാകിസ്ഥാൻ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ ചോദ്യം വരാറുണ്ട് കേട്ടോ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖയാണ് തീൻ ബേഗ കോറിഡോർ അല്ലെ. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് നമ്മുടെ ബംഗ്ലാദേശ്. ഓക്കെ, അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ എന്താണ്? തീൻ ബേഗ കോറിഡോർ ആണ്. തീൻ ബേഗ കോറിഡോർ. ഇനി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയോ? ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖയാണ് അല്ലെ. റാഡ്ക്ലിഫ് രേഖയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണ്? ബംഗ്ലാദേശുമായിട്ടാണ്. അതും പഠിച്ചു വെക്കുക. അപ്പൊ ആദ്യ 4 സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അതായത് ഏറ്റവും മലിനമായ ആദ്യത്തെ ഏതാണെന്ന് വെച്ചാൽ ചാഡ്, രണ്ടാമത്തെ ഏതാണ്? കോങ്കോ, മൂന്നാമതാണ് ബംഗ്ലാദേശ്, 4-മതാണ് പാകിസ്ഥാൻ. തലസ്ഥാനം നമ്മുടെ ഡൽഹിയാണ്. അത് മാത്രം നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ മലിനമായ തലസ്ഥാനം ഏതാണ്? തലസ്ഥാന നഗരം ഏതാന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്?
EMS നമ്പൂതിരിപ്പാടാണ് കേട്ടോ. EMS നമ്പൂതിരിപ്പാടാണ് ആൻസർ വരുന്നത്. കേരളം മലയാളികളുടെ മാതൃഭൂമി. ഈ ഒരു ചോദ്യം അല്ല, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യാറുള്ളത് EMSന്റെ ഏത് കൃതിയാണ്? 1.25 കോടി മലയാളികൾ അല്ലെ, 1.25 കോടി മലയാളികൾ. അത് ചോദ്യം വരാറുണ്ട്, ഇത് പഠിച്ചു വെച്ചോ. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടാണ് എന്ത്? നമ്മുടെ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയാണ് ആര്? EMS നമ്പൂതിരിപ്പാട്. അല്ലെങ്കിൽ ആദ്യ കോൺഗ്രസ് ഇതര അല്ല, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, അങ്ങനെ പഠിച്ചു വെക്കുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. ഓക്കെ, അപ്പൊ EMS. പിന്നെ കെ കേളപ്പൻ ആരാണ്? കെ കേളപ്പൻ കേരള ഗാന്ധിയാണ്. കെ കേളപ്പൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, കേരള ഗാന്ധി. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും ആരാണ്? അത് കെ കേളപ്പനാണ്. ഓക്കെ, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദ്യം വന്നാലും ആരാണ്? കെ കേളപ്പനാണ്. ഇനി മന്നത്ത് പത്മനാഭൻ, എപ്പോഴും മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരാറുണ്ട്. ഒന്ന് ഭാരത കേസരി, പിന്നെ കേരള മദൻ മോഹൻ മാളവ്യ എന്നൊക്കെ അറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. നായർ സർവീസ് സൊസൈറ്റി NSSന്റെ സ്ഥാപകനാണ് മന്നത്ത് പത്മനാഭൻ. 1914 മന്നത്ത് പത്മനാഭൻ NSS സ്ഥാപിച്ചത്. ഓക്കെ, ഇതൊന്നും ഇതിലുള്ള പോയിന്റ്സ് അല്ല, എക്സ്ട്രാ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ അറിയാത്തത് ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ മന്നത്ത് പത്മനാഭനാണ് NSS സ്ഥാപിച്ചത് അല്ലെ. NSS സ്ഥാപിച്ചതാരാണ്? മന്നത്ത് പത്മനാഭൻ. എപ്പോഴാണ്? 1914 NSS സ്ഥാപിച്ചത്. നായർ സർവീസ് സൊസൈറ്റി ഫുൾ ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. നാഷണൽ സർവീസ് സ്കീം അല്ല, അത് വേറെ NSS ആണ്. ഓക്കെ, നായർ സർവീസ് സൊസൈറ്റി ആണ്. പിന്നെ സി കേശവൻ എന്താണ്? നമ്മുടെ കോഴഞ്ചേരി പ്രസംഗം അല്ലെ, കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ്. അതാണ് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടൊരു ചോദ്യം വരാനുള്ളത്. പിന്നെ മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതല്ല, വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ്. ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അപ്പൊ കെ കേളപ്പൻ, കേരള ഗാന്ധി, അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. കെ കേളപ്പനാണ് കേരള ഗാന്ധി, മന്നത്ത് പത്മനാഭനും പഠിച്ചു വെക്കണം. അപ്പൊ EMS ആണ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി കേട്ടോ. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് EMS. എപ്പോഴും ചോദ്യം വരാറുണ്ട്, കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ് അല്ലെ. കേരളത്തിലെ വിദ്യാഭ്യാസം, സഹകരണം എന്നിവ കൈകാര്യം ചെയ്തത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. പിന്നെ കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ഏക വനിത ആരാണ്? ഏക വനിത ആരാണ്? KR ഗൗരിയമ്മയാണ് അല്ലെ. KR ഗൗരിയമ്മ എന്താണ് കൈകാര്യം ചെയ്തത്? റവന്യൂ എക്സൈസ് കൈകാര്യം ചെയ്തത് KR ഗൗരിയമ്മയാണ്. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യ വിദ്യാഭ്യാസം, സഹകരണം ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. പിന്നെ ആരോഗ്യം ചോദിച്ചാൽ ഡോക്ടർ AR മേനോനാണ്. അതൊക്കെ നമുക്ക് വേറെ, അതായത് കേരളത്തിലെ ആദ്യ മന്ത്രിസഭ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്, ഇപ്പൊ ജസ്റ്റ് ഈ മുഖ്യമന്ത്രിയും പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പിന്നെ ആദ്യത്തെ വനിത ആണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും ചോദ്യം വരും. അപ്പൊ ആദ്യത്തെ മുഖ്യമന്ത്രി നമുക്കറിയാം EMS നമ്പൂതിരിപ്പാടാണ്. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി നമുക്കറിയാം ജോസഫ് മുണ്ടശ്ശേരിയാണ്. ആദ്യത്തെ വനിത ആരാണ്? KR ഗൗരിയമ്മ. KR ഗൗരിയമ്മ ഏതൊക്കെയാണ് കൈകാര്യം ചെയ്തത്? റവന്യൂ എക്സൈസ് എന്നിവയാണ് കൈകാര്യം ചെയ്തത്. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഈ കാര്യം ക്ലിയർ അല്ലേ? കേരളം മലയാളികളുടെ മാതൃഭൂമി. ഇനി ചോദ്യം വരും കേട്ടോ. കേരളം മലയാളികളുടെ മാതൃഭൂമി ആരുടെ കൃതിയാണ്? അത് EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ്. ഓക്കെ, EMS നമ്പൂതിരിപ്പാട്. EMS സർക്കാർ ആദ്യമായി പാസാക്കിയ നിയമമാണ് കുടിയൊഴിപ്പിക്കൽ നിയമം. ഇത് പഠിച്ചു വെച്ചോട്ടോ. ഏതാണ്? കുടിയൊഴിപ്പിക്കൽ നിയമം. EMS സർക്കാർ ആദ്യമായി പാസാക്കിയ നിയമം ഏതാണ്? കുടിയൊഴിപ്പിക്കൽ നിയമമാണ്. കുടിയൊഴിപ്പിക്കൽ നിയമം. EMSന്റെ ആദ്യ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ട മാസിക പാശുപതം. ഓക്കെ, പാശുപതം. ഇനി EMS സ്വീകരിച്ചിരിക്കുന്ന തൂലികാ നാമങ്ങൾ: സുരേന്ദ്രൻ, S പരമേശ്വരൻ, PS ചെറിയാൻ, KK വാസുദേവൻ. EMS സ്വീകരിച്ചിരുന്ന തൂലികാ നാമങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സുരേന്ദ്രൻ, S ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. സുരേന്ദ്രൻ, S പരമേശ്വരൻ, PS ചെറിയാൻ, KK വാസുദേവൻ. ഇതൊക്കെയാണ് EMS സ്വീകരിച്ചിരുന്ന തൂലികാ നാമങ്ങൾ, പെൻ നെയിം. ഓക്കെ, സുരേന്ദ്രൻ, പിന്നെ S പരമേശ്വരൻ, PS ചെറിയാൻ, KK വാസുദേവൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയ ശേഷം പിന്നീട് പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. ഓക്കെ, പ്രഭാതം, ന്യൂ ഏജ്, പീപ്പിൾസ് ഡെമോക്രസി എന്നിവയുടെ പത്രാധിപരായിരുന്ന വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. ഓക്കെ, EMSന്റെ ചില പ്രധാന കൃതികൾ: 1.25 കോടി മലയാളികൾ. ഈ സാധനം പഠിച്ചു വെച്ചോ, ചോദ്യം വരും. ഇനിയും നിങ്ങൾ ഈ ചോദ്യം കാണും, അത്രക്ക് PSCക്ക് ഇഷ്ടമാണ് ഈ ചോദ്യത്തിനോട്. ഓക്കെ, 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ്. ഓക്കെ, ഗാന്ധിയും ഗാന്ധിസവും, വേദങ്ങളുടെ നാട്, പിന്നെ ബെർലിൻ ഡയറി, ഇതൊക്കെ ആരുടെ കൃതിയാണ്? ഇതൊക്കെ EMSന്റെ കൃതിയാണ്. ഒരു വട്ടം കൂടെ വായിക്കാം. 1.25 കോടി മലയാളികൾ, ഗാന്ധിയും ഗാന്ധിസവും. കൂടെ പഠിച്ചു വെച്ചോ. ഗാന്ധിയും ഗാന്ധിസവും ആരുടെ കൃതിയാണ്? ഗാന്ധിയും ഗാന്ധിസവും EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ്. എന്താണ്? ഗാന്ധിയും ഗാന്ധിസവും. പിന്നെ വേദങ്ങളുടെ നാട്, പിന്നെ കേരളം മലയാളികളുടെ മാതൃഭൂമി, അതും പഠിച്ചു വെച്ചോട്ടോ. അതിനെയും ചോദ്യം വരും. വേദങ്ങളുടെ നാട്, ബെർലിൻ ഡയറി, ഇതൊക്കെ ആരുടെ കൃതിയാണ്? EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. പ്രഭാതം, ന്യൂ ഏജ്,
പീപ്പിൾസ് ഡെമോക്രസി എന്നിവയുടെ പത്രാധിപർ ആയിരുന്ന വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. പിന്നെ തൂലികാ നാമങ്ങളൊന്ന് വായിച്ചു നോക്കാം. സുരേന്ദ്രൻ, പിന്നെ S പരമേശ്വരൻ, PS ചെറിയാൻ, KK വാസുദേവൻ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ തൂലികാ നാമങ്ങളാണ്. EMSന്റെ ആദ്യ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ട മാസിക പാർശ്വപദം. പിന്നെ EMS സർക്കാർ ആദ്യമായി പാസാക്കിയ നിയമം ഏതാണ്? കുടിയൊഴിപ്പിക്കൽ നിയമം. ആദ്യം പാസാക്കിയത് ഏതാണ്? കുടിയൊഴിപ്പിക്കൽ നിയമമാണ്. ആദ്യം പാസാക്കിയത് ഏതാണ്? കുടിയൊഴിപ്പിക്കൽ നിയമം. കുടിയൊഴിപ്പിക്കൽ നിയമം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഈ കൃതികൾ പഠിച്ചു. EMSന്റെ കൃതികളാണ് PSC അധികം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളത്. 1.25 കോടി മലയാളികൾ, ഗാന്ധിയും ഗാന്ധിസവും, പിന്നെ വേദങ്ങളുടെ നാട്, ബെർലിൻ ഡയറി. വേദങ്ങളുടെ നാട്, ബെർലിൻ ഡയറി. വേദങ്ങളുടെ നാട്, ബെർലിൻ ഡയറി. ഓക്കെ, പിന്നെ ഏതൊക്കെ മറ്റേതൊക്കെ നമുക്ക് കിട്ടും. 1.25 കോടി മലയാളികൾ അത്രയും റിപ്പീറ്റിംഗ് ആണ്. പിന്നെ കേരളം മലയാളികളുടെ മാതൃഭൂമി നമ്മളിപ്പോ പഠിച്ചതാണ്. പിന്നെ ഗാന്ധിയും ഗാന്ധിസവും ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഗാന്ധിയും ഗാന്ധിസവും പഠിച്ചു നോക്കാം. 1.25 കോടി മലയാളികൾ, പിന്നെ കേരളം മലയാളികളുടെ മാതൃഭൂമി, പിന്നെ ഗാന്ധിയും ഗാന്ധിസവും, പിന്നെ ഏതൊക്കെ നമ്മൾ പഠിച്ചു? വേദങ്ങളുടെ നാട്, ബെർലിൻ ഡയറി. വേദങ്ങളുടെ നാട്, ബെർലിൻ ഡയറി. വേദങ്ങളുടെ നാട്, ബെർലിൻ ഡയറി. ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് 1857 കലാപത്തിന്റെ നേതാക്കന്മാർ, അവർ കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ യോജിപ്പിച്ചെഴുതുക. ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന അടുത്തൊരു സാധനമാണ് ഇത്. 1857 വിപ്ലവത്തിൽ ആരൊക്കെ എവിടെയൊക്കെ നേതൃത്വം നൽകി എന്നുള്ളത് അത് നമുക്ക് ഇന്ന് തന്നെ പഠിച്ചു പോട്ടെ. അഥവാ പഠിക്കാത്തവരാണെങ്കിൽ ഇന്ന് നിങ്ങൾ പഠിക്കും. ഇപ്പൊ നമുക്കിത് ആൻസർ നോക്കാം. ബഹദൂർ ഷാ രണ്ടാമൻ എവിടെയാണ്? ബഹദൂർ ഷാ രണ്ടാമൻ നമുക്കൊക്കെ അറിയാം ഡൽഹിയിലാണ് അല്ലെ? ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിലാണ്. അപ്പൊ 1 ഏത് വരും? 1 3 വരും. 1 3 ഈ രണ്ടാണ്. BO DO ആണ് ആൻസർ വരാൻ സാധ്യത. BO DO. ഇനി നമുക്ക് നോക്കാം. കൺവർ സിംഗ് എവിടെയാണ്? കൺവർ സിംഗ്. കൺവർ സിംഗ് എവിടെയാണ്? കൺവർ സിംഗ് ആറ അല്ലെ? കൺവർ സിംഗ് ആറയിലാണ്. പിന്നെ കാൺപൂർ നാനാ സാഹിബ്, റാണി ലക്ഷ്മിബായി ഗോളിയോർ. അപ്പൊ 4 2 വരും. ഇനി നാനാ സാഹിബ് കാൺപൂർ വരും. അപ്പൊ 3 4 വരും. 3 4 ഇതല്ല ആൻസർ വരിക. 2 1. കൺവർ സിംഗ് ആറയിലാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? കൺവർ സിംഗ് ആറയിലാണ്. ഓക്കെ, അപ്പൊ B ആണ് നമ്മുടെ ആൻസർ. 1 3 എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു ഏതാണ്? ബഹദൂർ ഷാ രണ്ടാമൻ എവിടെയാണ്? ഡൽഹിയിലാണ്. ഡൽഹിയിൽ ആരൊക്കെയായിരുന്നു? ബക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമൻ രണ്ടാളും ഡൽഹിയിലായിരുന്നു. കൺവർ സിംഗ്, ഓക്കെ, കൺവർ സിംഗ് എവിടെയാണ്? ആറ അല്ലെ? കൺവർ സിംഗ് ആണ് ആറ. കൺവർ സിംഗ് ആറ. ബീഹാർ ആറ എന്നിവിടെ കൺവർ സിംഗ്. ബീഹാർ എന്ന് പറഞ്ഞാലും കൺവർ സിംഗ് ആണ് കേട്ടോ. പിന്നെ കാൺപൂർ നാനാ സാഹിബ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാൺപൂർ നാനാ സാഹിബ് അത് ഇങ്ങനെ പഠിക്കാൻ പറ്റും നമുക്ക്. കാൻ നാൻ അങ്ങനെ വെച്ച് കണക്ട് ചെയ്താൽ പഠിക്കാം. കാൺപൂർ നാനാ സാഹിബ്. കാൺപൂർ നാനാ സാഹിബ്. ഓക്കെ, കാൺപൂർ നാനാ സാഹിബ്. നമുക്ക് എപ്പോഴും ചോദ്യം വരും നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം എന്താണ്? ധോണ്ടു പന്ത് എന്നാണ് കേട്ടോ. ധോണ്ടു പന്ത് എന്നാണ് നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം. പിന്നെ ഇവിടുന്ന് ചോദ്യം വരുന്നതാണ് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണ്? മീററ്റിൽ നിന്നാണ് അല്ലെ? ആദ്യ രക്തസാക്ഷി ആരാന്ന് ചോദ്യം വരും. ആരാണ്? മംഗൾ പാണ്ഡെ ആണ് അല്ലെ? മംഗൾ പാണ്ഡെ. അപ്പൊ 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണ്? മീററ്റിൽ നിന്നാണ്. മീററ്റ്. ഓക്കെ, മീററ്റിൽ നിന്നാണ്. റാണി ലക്ഷ്മിബായി എവിടെയാണ്? ഗ്വാളിയോർ. റാണി ലക്ഷ്മിബായി ഝാൻസി, ഗ്വാളിയോർ എന്നിവിടെ സ്ഥലങ്ങളിലാണ്. അതിൽ ഝാൻസി ഒരുപക്ഷെ കൊടുക്കാത്തത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടിയാലോ എന്ന് എഴുതിട്ടാ. ഝാൻസി റാണി എന്ന് പഠിച്ചു വെച്ച പോലെ അല്ലെ? ഝാൻസി റാണി. അപ്പൊ റാണി ലക്ഷ്മിബായി, ഝാൻസി, ഗ്വാളിയോർ എന്നിവിടങ്ങളിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കാം. ഈ കാര്യം ക്ലിയർ അല്ലേ? ഇവിടെ പറഞ്ഞ ക്ലിയർ ആയി. ഇനി നമുക്ക് ഓരോരുത്തരെയും പഠിച്ചു പോവാം. അപ്പൊ 1857 വിപ്ലവത്തിനെ പറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഒന്നാം സ്വാതന്ത്ര്യ സമരം, ചപ്പാത്തി വിപ്ലവം അല്ലെ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അതുപോലെ തന്നെ ശിപ്പായി ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാലാണ് മീററ്റിൽ നിന്നാണ്. മീററ്റിൽ നിന്നാണ് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. അതുകൂടെ പഠിച്ചു വെക്കാം. മീററ്റിൽ നിന്നാണ്. എവിടെ നിന്നാണ്? മീററ്റിൽ നിന്നാണ്. ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ. പിന്നെ ഈ 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നാനാ സാഹിബ്. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കൺവർ സിംഗ്. ഓക്കെ, അപ്പൊ അത് രണ്ടും പഠിച്ചു വെക്കുക. പിന്നെ 1857 വിപ്ലവത്തിന്റെ അംബാസഡർ, പ്രവാചകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് അസിമുള്ള ഖാൻ ആണ്. അസിമുള്ള ഖാൻ. അപ്പൊ ഇത് നമുക്ക് നോക്കാം. ആദ്യം ഫൈസാബാദ് ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. റോഹിൽഖണ്ഡ് അഹമ്മദുള്ള. പിന്നെ മുറാദാബാദ് അബ്ദുൽ അലി ഖാൻ. മുറാദാബാദ് അബ്ദുൽ അലി ഖാൻ. മീററ്റ്. മീററ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? മീററ്റ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലമാണ് മീററ്റ്. അപ്പൊ നമ്മൾ പറയും വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു, ഖതം, ടാറ്റാ, ബൈ ബൈ. അപ്പൊ ഖതം സിംഗ് ആണ്. മീററ്റിൽ ആരാണ്? ഖതം സിംഗ് ആണ്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതിയെ. പിന്നെ
കോട്ട ആരാണ്? ജയ്ദയാൽ ഹർദയാൽ. പിന്നെ ഹരിയാന റാവു തുലാറാം. പിന്നെ മാൻസോർ ആരാണ്? ഫിറോസ് ഷാ. പിന്നെ അലഹബാദ് മൗലവി ലിയാഖത്ത് അലി. ഓക്കെ, ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സാധനങ്ങളാണ് ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, മീററ്റ് കദം സിംഗ്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യാറുള്ളത്. ഡൽഹിയിൽ ആരാന്ന് ചോദിച്ചാൽ ഭക്ത് ഖാനും മൗലവി അഹമ്മദുള്ളയുമാണ്. ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനാണ്. മൗലവി അഹമ്മദുള്ള എവിടെയാണ്? ഫൈസാബാദിലാണ്. ഓക്കെ, അപ്പൊ ഡൽഹിയിൽ ആരാണ്? ഭക്ത് ഖാൻ. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഡൽഹിയിൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. ഡൽഹി ഭക്ത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ, ഫൈസാബാദ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഡൽഹിയിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഭക്തിയാണ് എന്ന് ആലോചിച്ചാൽ മതി. ഡൽഹിയിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഭക്തിയാണ്. അപ്പൊ ഭക്ത് ഖാനെ കിട്ടും, ഭക്ത് ഖാൻ. അപ്പൊ ഡൽഹി ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഝാൻസി ഗ്വാളിയോർ രണ്ടും ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസി ഗ്വാളിയോർ എന്നിവിടങ്ങളിൽ റാണി ലക്ഷ്മിബായി ആണ്. റാണി ലക്ഷ്മിബായി. ഓക്കെ, ഝാൻസി ഗ്വാളിയോർ. പിന്നെ ബീഹാർ ആറ അല്ലെ? ബീഹാറിൽ നിന്ന് ചോദിച്ചാലും ആറാന്ന് ചോദിച്ചാലും ആരാണ്? കൻവർ സിംഗ് ആണ്. ബീഹാർ ആറ കൻവർ സിംഗ് ആണ്. കാൺപൂർ എപ്പോഴും റിപ്പീറ്റ് ചെയ്യും. കാൺപൂരിലെ നാനാ സാഹിബാണ്. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബാണ്. ഡൽഹി പിന്നെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള നമ്മൾ പഠിച്ചു. പിന്നെ റോഹിഗണ്ട് ആരാണ്? അഹമ്മദുള്ള. റോഹിഗണ്ട് അഹമ്മദുള്ള. മുറാദാബാദ് ആരാണ്? അബ്ദുൽ അലി ഖാൻ ആണ്. അബ്ദുൽ അലി ഖാൻ ആണ് മുറാദാബാദ്. മുറാദാബാദ് ആരാണ്? അബ്ദുൽ അലി ഖാൻ. റോഹിഗണ്ട് ആരാണ്? അഹമ്മദുള്ള. ഓക്കെ, റോഹിഗണ്ട് അഹമ്മദുള്ള, മുറാദാബാദ് അബ്ദുൽ അലി ഖാൻ. പിന്നെ കോട്ട ആരാണ്? ജയ്ദയാലും ഹർദയാലും. ജയ്ദയാലും ഹർദയാലും. പിന്നെ ഹരിയാനയിൽ ആരാണ്? റാവു തുലാറാം അല്ലെ? എവിടെയാണ്? ഹരിയാനയിൽ റാവു തുലാറാം. റാവു തുലാറാം. പിന്നെ മാൻസോറില് ഫിറോസ് ഷാ. മാൻസോറിൽ ഫിറോസ് ഷാ. അലഹബാദിൽ മൗലവി ലിയാഖത്ത് അലി. ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഈ സെക്ഷൻ ആണ് കേട്ടോ. അതിൽ പിന്നെ ഇത് രണ്ടും പഠിച്ചു വെക്കുക. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, മീററ്റിൽ കദം സിംഗ്. മീററ്റിൽ നമ്മൾ എങ്ങനെ ആലോചിച്ചാൽ മതി? മീററ്റിലാണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പൊ കഥം അല്ലെ? വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു, കഥം. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ഇതാണ് ചോദ്യം കൂടുതൽ വരാറുള്ളത്. ബഹദൂർ ഷാ രണ്ടാമൻ എവിടെയാണ്? ഡൽഹിയിലാണ്. കാൺപൂരിൽ നാനാ സാഹിബാണ്. ഡൽഹി ഭക്ത് ഖാനും ഉണ്ട്. ബഹദൂർ ഷാ രണ്ടാമനുണ്ട്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഝാൻസി ഗ്വാളിയോർ ആരാണ്? റാണി ലക്ഷ്മിബായി. പിന്നെ ഒരാളാണ് ബീഗം ഹസ്രത്ത് മഹൽ ഉണ്ട് കേട്ടോ. ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൗ അല്ലെ? ലക്നൌവിൽ ആരാം ചോദ്യം വരും? അത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഓരോന്നും ഒരു വട്ടം കൂടെ ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ആദ്യം ഡൽഹിയിൽ ആരാണ്? ഡൽഹി ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. റിപ്പീറ്റ് ചെയ്യണേ. ഡൽഹിയിൽ ആരാണ്? ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഝാൻസി ഗ്വാളിയോർ ആരാണ്? റാണി ലക്ഷ്മിബായി. ഝാൻസി ഗ്വാളിയോർ റാണി ലക്ഷ്മിബായി. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബ്. കാൻ നാൻ. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി സിമ്പിൾ ആയിട്ട് കിട്ടും. ഝാൻസി റാണി എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ കാൺപൂരിലെ നാനാ സാഹിബ്. ഞാൻ പറഞ്ഞു കാൻ നാൻ, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ കാൺപൂരിലെ നാനാ സാഹിബാണ്. കാൺപൂരിലെ നാനാ സാഹിബ്. പിന്നെ ലക്നൌവിൽ ആരാന്ന് ചോദിക്കും? ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൌവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. മീററ്റിൽ ആരാണ്? ഖതം. മീററ്റിൽ ആരാണ്? ഖദം സിംഗ് ആണ്. പിന്നെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? കാൺപൂർ പറഞ്ഞു, ഗോളിയോർ പറഞ്ഞു. പിന്നെ കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ് ആറ കൻവർ സിംഗ് ആണ്. ഓക്കെ, ആറയിൽ ആരാണ്? കൻവർ സിംഗ് ആണ്. വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ് കേട്ടോ. വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. ഓക്കെ, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ വിപ്ലവത്തിന്റെ അംബാസഡർ, അതുപോലെ തന്നെ പ്രവാചകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് അസിമുള്ള ഖാനാണ്. അടുത്തത് നോക്കാം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം എപ്പോഴാണ്? ഇതിൽ ഏതാണ്? ഇതിൽ നല്ല കൺഫ്യൂഷൻ വരുന്ന സാധനങ്ങളാണ്. ഇതിൽ ആൻസർ വരുന്നത് 2025 ജനുവരി 19 കേട്ടോ. 2025 ജനുവരി 19. ഇത് ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം. ഓക്കെ, എപ്പോഴാണ്? 2025 ജനുവരി 19 എന്നാണ്. 2025 ജനുവരി 19. 2025 ജനുവരി 19 വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. ഓക്കെ, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം എപ്പോഴാണ്? 2025 ജനുവരി 19. 2025 ജനുവരി 19. ഒരു വട്ടം കൂടെ പറ. 2025 ജനുവരി 19. എന്തോന്ന് മനസ്സിലാക്കി പഠിക്കുക. 2025 ജനുവരി 19 എന്താണ് ഉണ്ടായത്? ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസമാണ് 2025 ജനുവരി 19. ഓക്കെ, 2025 ജനുവരി 19. ഫലസ്തീൻ അനുകൂല സായുധ സംഘമാണ് ഹമാസ്. പഠിച്ചു വെക്കുക. ഫലസ്തീൻ അനുകൂല സായുധ സംഘമാണ് ഹമാസ്. അപ്പൊ ഇസ്രായേലിന്റെ ചാര സംഘടന അറിയപ്പെടുന്ന പേരെന്താണ്? മൊസാദ് ആണ്. ഇസ്രായേലിന്റെ ചാര സംഘടനയാണ് മൊസാദ്.
ഫലസ്തീൻ അനുകൂല സായുധ സംഘടനയാണ് ഹമാസ്. ഓക്കെ, പിന്നെ ഇസ്രായേലിന്റെ ചാര സംഘടന അറിയപ്പെടുന്ന പേരാണ് മൊസാദ്. രണ്ടും പഠിച്ചു വെക്കുക കേട്ടോ. ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണം, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് കാരണമായ ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണം നടന്ന തീയതി എപ്പോഴാണ്? 2023 ഒക്ടോബർ 7 ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2023 ഒക്ടോബർ 7 ആദ്യ ആക്രമണം അല്ലെങ്കിൽ ഇസ്രായേൽ ആക്രമണം, ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണം നടന്ന തീയതി ഒക്ടോബർ 7 2023 2023. താൽക്കാലിക വെടിനിർത്തൽ കരാർ എപ്പോഴായിരുന്നു? 2025 ജനുവരി 19. 2025 ജനുവരി 19. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് കാരണമായ ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണം നടന്ന തീയതി ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 2023 ഒക്ടോബർ 7. ഈ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ ഒന്നുകൂടെ നോക്കാം. ഫലസ്തീൻ അനുകൂല സായുധ സംഘമാണ് ഹമാസ്. ഇസ്രായേലിന്റെ ചാര സംഘടന അറിയപ്പെടുന്ന പേരാണ് മൊസാദ്. ഓക്കെ, അടുത്തത് പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശിമംഗലം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഈ കൊടുത്തത് ആരുമായി ബന്ധപ്പെട്ടതാണ്? പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശിമംഗലം പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലെ കിള്ളിക്കുറിശിമംഗലം ഇതിൽ ആരുമായി ബന്ധപ്പെട്ടതാണ്? ലക്കിടി എന്ന് പറയുമ്പോഴെങ്കിലും കണക്ട് ആയോ? ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. ഓക്കെ, കുഞ്ചൻ നമ്പ്യാർ. ഓപ്ഷൻ എ കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ടതാണ് പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശിമംഗലം. ഈ ചോദ്യം ഇനിയും വരും. ഓക്കെ, പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശിമംഗലം ആരുമായി ബന്ധപ്പെട്ടതാണ്? കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ടതാണ്. കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ടതാണ് പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശിമംഗലം. ആൻസർ കുഞ്ചൻ നമ്പ്യാർ. ഇനി നമുക്ക് നോക്കാം. മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തുഞ്ചൻ പറമ്പിൽ ജനിച്ച മലയാള സാഹിത്യകാരനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. സിമ്പിൾ അല്ലേ? തുഞ്ചൻ പറമ്പിൽ. ഓക്കെ, തുഞ്ചൻ പറമ്പിൽ. അപ്പൊ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പഠിച്ചു വെക്കട്ടോ. മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തുഞ്ചൻ പറമ്പിൽ ജനിച്ച മലയാള സാഹിത്യകാരനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഈ എഴുത്തച്ഛന്റെ വരികൾ ഉണ്ടല്ലോ, ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിൽ ഇല്ലെന്ന് നിർണയം. ആരുടെ വരികളാണ്? എഴുത്തച്ഛന്റെ വരികളാണ് കേട്ടോ. പഠിച്ചു വെക്കുക. കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്ത് ചെറുശ്ശേരി ഇല്ലത്തിൽ ജനിച്ച സാഹിത്യകാരനാണ് ചെറുശ്ശേരി. ഇത് പിന്നെ സിമ്പിൾ ആയിട്ട് ചോദ്യം വന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോ കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്ത് ചെറുശ്ശേരി ഇല്ലത്തിൽ ജനിച്ച സാഹിത്യകാരനാണ് ചെറുശ്ശേരി. നോക്കാം. കവിത ചാട്ടവാറാക്കിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് നമുക്കൊക്കെ അറിയാം അല്ലെ? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. ജനകീയ ഹാസ്യ കവി എന്നറിയപ്പെടുന്നു അല്ലെ? ജനകീയ ഹാസ്യ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് കുഞ്ചൻ നമ്പ്യാരാണ് കേട്ടോ. ജനകീയ ഹാസ്യ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. 1705 മെയ് 5 പാലക്കാട് ജില്ലയിലെ ലക്കിടിയിൽ കിള്ളിക്കുറിശിമംഗലത്ത് കലക്കത്ത് ഭവനത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. ഇതാണ് ഇപ്പൊ ചോദ്യം വന്നിട്ടുള്ളത്. കിള്ളിക്കുറിശിമംഗലം, പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശിമംഗലം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം വന്നത്. ഓക്കെ, അപ്പൊ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് അല്ലെ? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. പിന്നെ കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? കവിത ചാട്ടുവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരാണ് അല്ലെ? പിന്നെ തൂലിക പടവാളാക്കിയ കവി ആരാണ്? തൂലിക പടവാളാക്കിയ കവി ആരാണ്? വയലാറാണ്. തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത് വയലാറാണ്. അതുകൊണ്ട് ഒന്ന് പഠിച്ചു വെക്കുക. തൂലിക പടവാളാക്കിയ കവി ആരാണ്? വയലാറാണ്. പഠിച്ചു വെക്കണേ. തൂലിക പടവാളാക്കിയ കവി വയലാറ്. പിന്നെ കവിത ചാട്ടുവാറാക്കിയ കവി കുഞ്ചൻ നമ്പ്യാർ. ഓക്കെ, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. ജനകീയ ഹാസ്യകവി എന്നറിയപ്പെടുന്നത് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. ജനകീയ ഹാസ്യകവി എന്നറിയപ്പെടുന്നു. പിന്നെ കുഞ്ചൻ സ്മൃതിവനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ചൂലന്നൂർ, പാലക്കാട് ജില്ലയിലെ ചൂലന്നൂരാണ്. ചൂലന്നൂർ, പാലക്കാട്. സംസ്ഥാന സർക്കാർ നിർമ്മിച്ച കുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അമ്പലപ്പുഴ, ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലാണ് കേട്ടോ. അമ്പലപ്പുഴ. ഓക്കെ, ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിലാണ് സംസ്ഥാന സർക്കാർ നിർമ്മിച്ച കുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കിള്ളിക്കുറിശിമംഗലത്തെ കലക്കത്ത് ഭവനവും കുഞ്ചൻ നമ്പ്യാർ സ്മാരകമായി നിലനിർത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുഞ്ചൻ ദിനമായി ആചരിക്കപ്പെടുന്ന ദിവസം മെയ് 5 അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് കേട്ടോ. അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോ. മെയ് 5 അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് കുഞ്ചൻ ദിനമായി ആചരിക്കുന്നത്. കുഞ്ചൻ ദിനമായി ആചരിക്കപ്പെടുന്ന ദിവസം എന്നാണ്? മെയ് 5. 1705 മെയ് 5 അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലാണ് അല്ലെ? പാലക്കാട് ജില്ലയിലെ ലക്കിടിയിൽ കിള്ളിക്കുറിശിമംഗലത്തെ കലക്കത്ത് ഭവനത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. ഓക്കെ, കിള്ളിക്കുറിശിമംഗലത്തെ കലക്കത്ത് ഭവനവും കുഞ്ചൻ നമ്പ്യാർ സ്മാരകമായി നിലനിർത്തിയിട്ടുണ്ട്. ഈ കലക്കത്ത് ഭവനവും കുഞ്ചൻ നമ്പ്യാർ സ്മാരകമായിട്ട് നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ
അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഈ കാര്യങ്ങൾ ക്ലിയർ അല്ല, ഇത് പഠിച്ചു വെക്കണം. കവിത ചാട്ടുവാറാക്കിയ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. കവിത ചാട്ടുവാറാക്കിയ കവി. തൂലിക പടവാളാക്കിയ കവിയാണ് വയലാർ അല്ലെ. തൂലിക പടവാളാക്കിയ കവിയാണ് വയലാർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ചോദ്യം വന്ന കുഞ്ചൻ നമ്പ്യാരാണ്. ചെറുപ്പം തൊട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. ജനകീയ ഹാസ്യ കവി എന്നറിയപ്പെടുന്നു. തുള്ളലുമായിട്ട് കണക്ട് ചെയ്താൽ മതി അല്ലെ. തുള്ളലുമായിട്ട് കണക്ട് ചെയ്താൽ കിട്ടും. എന്താണ് ജനകീയ ഹാസ്യ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. എന്നാണ് ജനിച്ചത്? 1705 മെയ് 5-നാണ് കേട്ടോ. 1705 മെയ് 5-നാണ്. പിന്നെ കുഞ്ചൻ സ്മൃതിവനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചൂലന്നൂരാണ്, പാലക്കാട്. പിന്നെ സംസ്ഥാന സർക്കാർ നിർമ്മിച്ച കുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം, സംസ്ഥാന സർക്കാർ നിർമ്മിച്ച എവിടെയാണ്? അമ്പലപ്പുഴ, ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിലാണ്. പിന്നെ കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനവും കുഞ്ചൻ നമ്പ്യാർ സ്മാരകമായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. അതുകൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. കുഞ്ചൻ ദിനമായി ആചരിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനം മെയ് 5-ആണ്. ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അപ്പൊ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓരോ കാര്യങ്ങളും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഇല്ലാത്ത ചില കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ ഏതെങ്കിലും ഒക്കെ, അതായത് നിങ്ങൾ ഇതുവരെ കേൾക്കാത്തതോ അല്ലെങ്കിൽ മനസ്സിലില്ലാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് പിന്നെയൊക്കെ റിപ്പീറ്റ് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ അങ്ങനെ പറഞ്ഞു പോകാറുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കട്ടോ, വിട്ട് കളയരുത്. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ ക്ലാസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. ഇനിയും ക്ലാസ് വേണമെങ്കിലും അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിലും തീർച്ചയായിട്ടും അത് പറയാൻ മടിക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, അതായത് PSC പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും നമ്മുടെ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക. അതായത് പലരിലേക്കും ഇപ്പോഴും ഈ ചാനൽ എത്തിയിട്ടില്ല, അതിന് നിങ്ങൾ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ, നിങ്ങൾക്കും അത് ഇഷ്ടമാണെങ്കിൽ, ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇത് വളർന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളും ഇതൊന്ന് ഷെയർ ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുക, ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ഇത് പലരിലേക്കും എത്താത്തതുകൊണ്ടാണ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഇത് കണ്ടിട്ടില്ലെങ്കിൽ അവരോട് ചോദിച്ചു നോക്കുക, നീ ഈ ചാനൽ കണ്ടിട്ടുണ്ടോ, കണ്ടു നോക്കൂ, ജസ്റ്റ് ഒന്ന് സജഷൻ കൊടുത്തു നോക്കുക. അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ കാണട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇനിയും ഇതുപോലത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഇനിയും ഇതുപോലത്തെ ക്ലാസ് നമ്മൾ വരും. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ, ഇനിയും ഇതുപോലത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇനിയും അടുത്ത ക്ലാസ്സുകളുമായിട്ട് കാണാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് ഒരിക്കൽ കൂടെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.